ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 329. നമ്മളിന്ന് നോക്കുന്നത് കാണ്ഡം 7 അനുഭാഗം 4 സൂക്തം 51. നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്ന മന്ത്രത്തിൽ ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഗ്രഹങ്ങൾ ആണ് സമയത്തിൻ്റെ പിന്നിലുള്ളത്. അവയുടെ ചലനമാണ് സമയമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. കാരണം ഏതൊരു പ്രോഗ്രാമിനും എന്ത് പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിനൊരു ഷെഡ്യൂളുണ്ട്, ഒരു ടൈമുണ്ട്. അപ്പം പ്രപഞ്ചം മുന്നോട്ടേക്ക് പോകുന്നതിനും ആ സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി പ്ലാനിങ് എങ്ങനെയാണ് അത് നിയന്ത്രിച്ചു പോകുന്നതെന്ന് വെച്ചാൽ അതെല്ലാം ഗ്രഹങ്ങളുടെ ആകർഷണം അടിസ്ഥാനമാക്കിയാണ്. നമുക്കറിയാം സൂര്യൻ്റെ ആകർഷണം ചൂട് കൊണ്ടാണ്. സൂര്യനൊരു പ്രത്യേക സ്ഥലത്ത് വരുമ്പോൾ ചൂട് കൂടുമ്പോഴാണ് ഭൂമിയിലെ ജലം ഉയർന്നിട്ട് മേഘങ്ങളാകുന്നതും പിന്നീട് മഴയായിട്ട് പെയ്യുന്നതും. അതിൻ്റെ സീസൺ എത്തുമ്പോൾ സീസൺ ഉണ്ടാകാൻ എന്താണ് കാരണം? ഗ്രഹങ്ങൾ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ചുറ്റുമ്പോൾ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് കൂടിയും കുറഞ്ഞും വരുന്നു. അങ്ങനെയാണ് ഋതുക്കൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഗ്രഹങ്ങളുടെ ചലനവും ഗ്രഹങ്ങളുടെ പ്രത്യേകതയെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ചന്ദ്രൻ വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനും എല്ലാം കാരണമാകുന്നുണ്ടെന്ന് ആധുനിക സയൻസ് തന്നെ അല്ല ആകർഷണ ഫലമാണ്. അതുപോലെ തന്നെ ഗ്രഹങ്ങളെല്ലാം നമ്മുടെ പിംഗള എന്നീ നാഡികളിലൂടെയെല്ലാം നമ്മുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയെല്ലാം പിന്നീട് നമുക്ക് കാണാം. അപ്പോൾ ആ ഗ്രഹങ്ങളാണ് നമ്മുടെ എല്ലാ ആക്ടിവിറ്റിക്കും പിന്നിലുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ബൃഹസ്പതി എന്നെല്ലാം പറയുന്നത് വ്യാഴഗ്രഹമായിട്ട് എടുക്കാൻ വേണ്ടി. ആ ഗ്രഹങ്ങളെല്ലാം തന്നെയാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. സൂര്യനൊരു പ്രത്യേക സ്വഭാവമുണ്ട്, ചന്ദ്രനൊരു പ്രത്യേക സ്വഭാവമുണ്ട്. ഇങ്ങനെ ചന്ദ്രന്മാരുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തെല്ലാം സ്വഭാവങ്ങളായാണ് അത് നിയന്ത്രിക്കുന്നത് എന്നതെല്ലാമാണ് കാരകത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ ഗ്രഹങ്ങളെ കാരകത്വം, രാശികളുടെ കാരകത്വം, ഇങ്ങനെയെല്ലാം കുറേ കാര്യങ്ങളുണ്ട്. ഓരോ ഗ്രഹത്തിനും ഇന്ന സ്വഭാവം എന്നെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലാണ് ആ ഗ്രഹങ്ങളുടെ ചലനമനുസരിച്ചാണ് നമ്മളിൽ അത്തരം കാര്യങ്ങൾ, ചിന്താഗതികൾ ഉണ്ടാകുന്നതും നമ്മളെ അത്തരം കർമ്മത്തിലേക്ക് നയിക്കുന്നതും. നമ്മളെ ജനിപ്പിച്ചതും ചില കർമ്മങ്ങൾ ചെയ്യാനാണ്. അത് ആ ഗ്രഹങ്ങളുമായിട്ടും ഈ നവഗ്രഹങ്ങളുമായിട്ടും രാശികളുമായിട്ടെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഗ്രഹങ്ങളുടെ ചലനവുമായി സമയവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും ഒരു പ്ലാൻ അനുസരിച്ചാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ആ പ്ലാനിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. പരമാത്മാവ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ പ്ലാനാണ്. അതിനനുസരിച്ചാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ആ ലോകം മുന്നോട്ടേക്ക് പോകുമ്പോൾ ചില കർമ്മങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ആ കർമ്മങ്ങൾ ചെയ്യാനാണ് നമ്മളെ ജനിപ്പിക്കുന്നത്. ആ ചെയ്യേണ്ട കർമ്മങ്ങളാണ് നമ്മളെ പ്ലാൻ. അതിനാണ് നമ്മുടെ ജീവാത്മാവ് എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൻ്റെ പ്ലാനിൽ ഒരു ഭാഗം ചെയ്യാനാണ് വേണ്ടിയാണ് നാം എന്ന ജീവാത്മാവ് ജനിക്കുന്നത്. അത് എല്ലാം സമയവുമായി ബന്ധപ്പെട്ടും ഗ്രഹങ്ങളുടെ ചലനവുമെല്ലായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വളരെ സങ്കീർണമായ ഒരു ശാസ്ത്രമാണ്. അത് സയൻസിലൂടെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതെല്ലാം നമുക്ക് കുറച്ച് അങ്ങോട്ടെത്തുമ്പോൾ
നമ്മളെ നാഡികളെ പറ്റിയെല്ലാം പഠിക്കുന്ന സ്ഥലത്ത് എങ്ങനെ ഗ്രഹങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, എങ്ങനെ അതിനെ നിയന്ത്രിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ടെക്നോളജി, അഥർവവേദം ടെക്നോളജിയാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതെല്ലാം തന്നെ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സത്യമാണ് അഥർവവേദം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി നമുക്ക് 51ാമത്തെ മന്ത്രത്തിലേക്ക് പോകാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 7 അനുഭാഗം 4 സൂക്തം 51. ഋഷി അങ്കിരസ്, ദേവത ഇന്ദ്രൻ, ബൃഹസ്പതി, ഛന്ദസ് അനുഷ്ടുപ്പ്. ബൃഹസ്പതിർന പരിപാതു പശ്ചാതുദോത്തരസ്മാദധരാദഖായോ ഇന്ദ്ര പുരസ്താദുദം മധ്യതോ ന സഖാ സഖിദ്യോ വരീയ കൃണോതു. ഭാവാർത്ഥം: ബൃഹസ്പതി മുകളിലും താഴെയും പശ്ചിമ ദിക്കും തുടങ്ങിയ എല്ലായിടത്തുമുള്ള ഭാഗങ്ങളിൽ നിന്നും, ഇന്ദ്രൻ മധ്യം കിഴക്ക് തുടങ്ങിയ ദിക്കിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ. നിന്നെ സ്തുതിക്കുന്നവർക്ക് ഐശ്വര്യം നൽകണേ. ബൃഹസ്പതി മുകളിലും താഴെയും പശ്ചിമ ദിക്കിലും തുടങ്ങിയ എല്ലായിടത്തുമുള്ള ഭാഗങ്ങളിൽ നിന്നും, ഇപ്പം ഗ്രഹങ്ങൾ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളും, ഇപ്പം വടക്ക് ഭാഗത്താണ് നമ്മളെ വ്യാഴം ഇപ്പോൾ ഉള്ളതെങ്കിൽ അത് ഓരോ വ്യക്തിയുടെയും ജനന സമയത്തെ പൊസിഷനും അതുമായിട്ട് വിത്ത് റെസ്പെക്റ്റ് അതാണ് നമ്മുടെ ഓരോ ആളുടെ ആക്ടിവിറ്റീസ് തീരുമാനിക്കുന്നത്. അങ്ങനെ ചലിക്കുമ്പോൾ അത് വടക്കും തെക്കും എല്ലായിട്ട് മാറുന്നുണ്ട്. അതിനനുസരിച്ച് ഭൂമി കറങ്ങുന്നതനുസരിച്ചും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മുടെ കർമ്മങ്ങളെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ബൃഹസ്പതി മുകളിലും താഴെയും പശ്ചിമദിക്കിലും അടങ്ങിയ എല്ലാ ഇടയങ്ങളിൽ നിന്നും, ഇന്ദ്രൻ മധ്യം കിഴക്ക് ദിക്കുകളിൽ നിന്നും, അതേപോലെ തന്നെ ഓരോ ഗ്രഹങ്ങൾക്കും, ഇന്ദ്രനെല്ലാം ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കാണേണ്ടത്. ഓരോ ഗ്രഹത്തിനും ഓരോ ദേവതകൾ, ഒന്നല്ല ഒന്നിൽ കൂടുതൽ ദേവതകളെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് രാശിയിലെ വ്യത്യാസം അനുസരിച്ച്. അപ്പോൾ ഇന്ദ്രൻ മധ്യം കിഴക്ക് ദിക്കുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ. അപ്പോൾ ചില ദിക്കുകൾക്ക് ചില ഗ്രഹങ്ങളുടെ ആധിപത്യം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഇവരെല്ലാം കൂടിയിട്ടാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. അപ്പം ഇവിടെ ഇന്ദ്രനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബൃഹസ്പതിയെ ആദ്യം തന്നെ പറഞ്ഞു. അതേപോലെ തന്നെയാണ് എല്ലാ ഗ്രഹങ്ങളും ഓരോ ദിക്കിൽ നിന്നുകൊണ്ട് ഓരോ ദിക്കിൻ്റെ ആധിപത്യം ഓരോ ഗ്രഹങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. രാശിചക്രത്തിലും ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ സ്ഥാനം പറഞ്ഞിട്ടുണ്ട്. മേടത്തിന് ഒരു ഗ്രഹത്തിന്, ഇടവത്തിന് ശുക്രന്, മേടത്തിന് ചൊവ്വക്ക്, ഇങ്ങനെയെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇവർ ചുരുക്കി പറയുകയാണ്. നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മൾ മാത്രമല്ല കൊണ്ട് നടക്കുന്നത്. നമ്മളെ മനസ്സ് തോന്നുന്ന മാതിരി നമ്മളെ സ്വയം നമ്മൾ തോന്നിയിട്ടങ്ങ് ചെയ്യുകയാണ് എന്ന് ചിന്തിക്കരുത്. അതെല്ലാം ഈ ഗ്രഹങ്ങളെല്ലാമായിട്ടും അതിൻ്റെ ചലനം സമയമായിട്ടാണ് എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അതിന് സമയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്ലാൻ, അല്ലാതെ തോന്നുമാതിരി ചെയ്യാൻ പറ്റില്ല. എങ്കിലത് നടക്കില്ല. അതിൽ സ്കൂളിൽ എന്തുണ്ട്, ടൈം ടേബിളുണ്ട്. പരീക്ഷ നടത്തുമ്പോൾ ഒരു ടൈം ടേബിളുണ്ട്. ഒരു കെട്ടിടം കെട്ടുമ്പോൾ ഇന്ന മാസത്തിൽ ഇന്ന വർക്ക് നടക്കും എന്നെല്ലാം അതിനൊരു ഷെഡ്യൂളുണ്ട്. അതനുസരിച്ച് കാര്യം പോവുകയുള്ളൂ. നമ്മൾ വളരുന്നതിനൊരു സമയമുണ്ട്, നമ്മൾ മുട്ടുകുത്തുന്നതിന് ഏകദേശം ഒരു സമയമുണ്ട്. അതെല്ലാം ഗ്രഹങ്ങളുടെ ചുറ്റലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വലിയ വിഷയത്തെ, ജ്യോതിഷത്തെ അടിസ്ഥാനമാക്കിയുള്ള
ഒരു പരാമർശമായിട്ട് നമുക്ക് ഇതിനെ കാണാം. എന്നിട്ടെന്ത് പറയുന്നു? അവരോടെല്ലാം നമ്മളെ രക്ഷിക്കണേ എന്ന് പറയുകയാണ്. അവർ തന്നെയാണ് നമ്മളെ രക്ഷിക്കുന്നത്. നിന്നെ സ്തുതിക്കുന്നവർക്ക് ഐശ്വര്യം നൽകണേ. നിന്നെ സ്തുതിക്കുന്നവർക്ക് ഐശ്വര്യം നൽകണേ എന്ന് പറഞ്ഞാൽ നിന്നെ അടിസ്ഥാനമാക്കി കർമ്മം ചെയ്യുന്നവർക്ക് ഐശ്വര്യം നൽകണേ എന്ന് പറഞ്ഞതായിട്ട് കണ്ടാൽ മതി. അതിലും വലിയ അർത്ഥമൊന്നുമില്ല. അത് ഭംഗ്യന്തരേണയുള്ള ഒരു വാക്കായിട്ട് കണ്ടാൽ മതി. കാരണം ആഗ്രഹം ചലിക്കുന്നതനുസരിച്ചാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഐശ്വര്യം നൽകണേ എന്ന് അങ്ങോട്ട് പറയേണ്ട കാര്യമില്ല. അതേ സമയം എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ഐശ്വര്യമെല്ലാം അവയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബൃഹസ്പതിയും മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അത് സമയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അവയുടെ ചലനവുമാണ് സമയവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. പൊസിഷൻ അനുസരിച്ചാണ് നമ്മളിലുള്ള സ്വാധീനമെല്ലാം മാറി മറിയുന്നത്. പൊസിഷൻ മാറുന്നതനുസരിച്ച് നമ്മളിലുള്ള സ്വഭാവങ്ങൾ, ഉദാഹരണമായിട്ട് രാവിലെ നമ്മൾ ആക്റ്റീവാണ്, വൈകുന്നേരം സൂര്യൻ്റെ പൊസിഷൻ എവിടെയാണ്? അപ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല സിനിമക്ക് പോകാനുള്ള ടെൻഡൻസിയാണ്. അപ്പം പൊതുവെ ജനറലായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് രാവിലെ സിനിമ കണ്ടുകൂടെ എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവേ നമുക്ക് ശരീരത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ ഗ്രഹങ്ങളുടെ പൊസിഷൻ അനുസരിച്ച് നമുക്ക് മനസ്സിൽ തോന്നുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. രാവിലെ വളരെ ആക്റ്റീവായിരിക്കും. അങ്ങനെ നട്ടുച്ചക്ക് എന്തായിരിക്കും കാരണം സൂര്യൻ നേരെ തലക്ക് മുകളിലുള്ള ആ അവസ്ഥ ഒരു പ്രത്യേക തരമാണ്. വൈകുന്നേരം വേറൊരു തരത്തിലാണ്, രാത്രി മറ്റൊരു തരത്തിലാണ്. ഇങ്ങനെ ഓരോ ഡിഗ്രി അനുസരിച്ചും നമ്മളിൽ മനസ്സിനെ അത് സ്വാധീനിക്കുന്നുണ്ട്. ശരീരത്തെ എല്ലാം തന്നെ അത് സ്വാധീനിക്കുന്നുണ്ട്. അതിലൂടെ നമ്മുടെ കർമ്മങ്ങളെല്ലാം അത് നിയന്ത്രിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ളൊരു ചെറിയ പരാമർശമായി ഈ സൂക്തത്തെ കാണുക.